وَإِذْ وَاعَدْنَا مُوسَى 40 لَيْلَةً ثُمَّ اتَّخَذْتُمُ الْعِجْلَ مِنْ بَعْدِهِ وَأَنْتُمْ ظَالِمُونَ. സൂറത്തുൽ ബഖറയിലെ 51-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ചില നിയമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒന്നാമതായി മൂസ 40 ലൈല, അവിടെ ദീർഘിപ്പിക്കേണ്ട സ്ഥലമാണ്. അൽ മദ്ദുൽ മുൻഫസിൽ എന്നാണ് ആ ദീർഘത്തിന്റെ പേര്. ലൈലതൻ സുമ്മ, ഇഖ്ഫാ ചെയ്യേണ്ട സ്ഥലമാണത്. തെൻവീന് ശേഷം സാ വന്നു. സാ അൽ ഇഖ്ഫാ ഉൽ ഹഖീഖിയുടെ നിയമമാണ്. തെൻവീന്റെ ശബ്ദം അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. وَإِذْ وَاعَدْنَا مُوسَى 40 لَيْلَةً ثُمَّ 40 എന്ന വാക്കിലെ റായിനെ കനപ്പിക്കേണ്ടതാണ്. ثُمَّ اتَّخَذْتُمُ الْعِجْلَ, ഈ പദം ഇത്തഖദ്തും എന്ന പദം വായിക്കുമ്പോൾ സുക്കൂനുള്ള ദാലിനെ വ്യക്തമാക്കി ഉച്ചരിക്കേണ്ടതാണ്. ثُمَّ اتَّخَذْتُمُ الْعِجْلَ مِنْ بَعْدِهِ, സുക്കൂനുള്ള നൂന് ശേഷം ബാ വന്നു. ഇഖ്ലാബാണ് അല്ലെങ്കിൽ ഖൽബാണ് അവിടെ നിയമം. സുക്കൂനുള്ള നൂനിന്റെ ശബ്ദം മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. മിൻ ബഅദിഹി വഅൻതും, സുക്കൂനുള്ള നൂന് ശേഷം താ വന്നു. അൽ ഇഖ്ഫാ ഉൽ ഹഖീഖിയാണ് അവിടെ നിയമം. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. وَإِذْ وَاعَدْنَا مُوسَى 40 لَيْلَةً ثُمَّ اتَّخَذْتُمُ الْعِجْلَ مِنْ بَعْدِهِ وَأَنْتُمْ ظَالِمُونَ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇന്ന് സൂറത്തുൽ ബഖറയിലെ 51-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വഇദ് വഅദ്നാ മൂസാ 40 ലൈലതൻ സുമ്മ തഖദ്തുമുൽ ഇജ്ല മിൻ ബഅദിഹി വഅൻതും ളാലിമൂൻ. ഇവിടെ ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട വാക്കാർത്ഥങ്ങൾ വഇദ് വഅദ്നാ, നാം കരാർ നിശ്ചയം നടത്തിയ സന്ദർഭം. മൂസയോട് 40 ലൈലത്തൻ, രാത്രി. സുമ്മ, പിന്നെ ഇത്തഖദ്തും, നിങ്ങൾ ഉണ്ടാക്കി തീർത്തു, അൽ ഇജ്ല, പശുക്കുട്ടിയെ, മിൻ ബഅദിഹി, അദ്ദേഹത്തിന്റെ ശേഷം, വ അൻതും, നിങ്ങൾ, ളാലിമൂൻ, അക്രമികൾ. അപ്പോൾ ഇവിടെ ഈ ആയത്തിന്റെ അർത്ഥം, മൂസായുമായി 40 രാവുകൾ നാം കരാറ് നിശ്ചയിക്കുകയും അദ്ദേഹം അതിനായി പോയ ശേഷം നിങ്ങൾ അക്രമികളായി ഒരു കാളക്കുട്ടിയെ സ്വീകരിക്കുകയും ചെയ്ത സന്ദർഭം ഓർക്കുക. ഇവിടെ സഹോദരങ്ങളെ, ഈ ആയത്ത് നമ്മെ അറിയിക്കുന്നത് ഈജിപ്തിൽ നിന്നും ഫിർഔനും സൈന്യവും മുക്കി നശിപ്പിക്കപ്പെട്ട ശേഷം ഇസ്രായേലരുമായി ബന്ധപ്പെട്ട തുടർന്നുള്ള വിഷയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈ ആയത്തിലൂടെ പറയുന്നത്. വഇദ് വഅദ്നാ മൂസാ 40 ലൈല, മൂസായുമായി 40 രാവുകൾ നാം കരാർ നിശ്ചയിച്ച സന്ദർഭം ഓർക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നത്. ഇവിടെ ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം ഇസ്രായേലിയർക്ക് തുടർന്നുള്ള അവരുടെ ജീവിതത്തിന് ഒരു വഴികാട്ടിയായി മാർഗദർശനം നൽകുന്നതിന് വേണ്ടി ഒരു വേദഗ്രന്ഥം സീനാ പർവ്വതത്തിൽ വെച്ച് നൽകാമെന്നും അതിനുവേണ്ടി മൂസാ നബി അലൈഹിസ്സലാം 40 ദിവസത്തോളം ഭജനമിരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമക്ക് ഉത്തരവ് നൽകുകയാണ്. അതിനെക്കുറിച്ചാണ്
അള്ളാഹു മൂസായുമായി 40 രാവുകൾ നാം കരാർ നിശ്ചയിച്ചു എന്ന് പറഞ്ഞത്. മൂസാ നബി അലൈഹി സ്വലാമയുമായുള്ള കരാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല 40 ലൈല 40 രാവുകൾ എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. യൗം അഥവാ ദിവസം എന്ന അർത്ഥത്തിലാണ് ഇവിടെ ലൈൽ അഥവാ രാത്രി എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് അറബി ഭാഷയിൽ ഈ രൂപത്തിൽ പ്രയോഗിക്കാറുള്ളതാണ് എന്ന് പണ്ഡിതന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാൻ കഴിയും. ഇവിടെ മൂസാ നബി അലൈഹി സ്വലാമയും അനുയായികളും സീനാ മരുഭൂമിയിലെത്തിയ സമയത്ത്, അതായത് സൂയസ് കനാലിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നീണ്ടു വിശാലമായ ഒരു അർദ്ധദ്വീപാണ് സീനാ മരുഭൂമി. അതായത് ഭൂമിശാസ്ത്രപരമായി പറഞ്ഞാൽ സൂയസ് ഉൾക്കടലിന്റെയും അഖബ ഉൾക്കടലിന്റെയും ഇടയിൽ വടക്ക് മെഡിറ്ററേനിയൻ തീരം മുതൽ തെക്ക് ചെങ്കടൽ വരെ നീണ്ടുകിടക്കുന്ന അതിവിശാലമായ ഒരു പ്രദേശമാണ് ഈ സീനാ മരുഭൂമി. ഫിർഔനിൽ നിന്നും രക്ഷപ്പെട്ട ശേഷം മൂസാ നബി അലൈഹി സ്വലാമയും അനുയായികളും എത്തിച്ചേർന്നത് ആ പ്രദേശത്തേക്കാണ്. അതിനുശേഷമാണ് സീനാ പർവ്വതത്തിൽ വെച്ച് വേദഗ്രന്ഥമായ തൗറാത്ത് സ്വീകരിക്കുന്നതിന് മുമ്പ് 40 ദിവസത്തോളം ഭജനമിരിക്കുവാൻ വേണ്ടി മൂസാ നബി അലൈഹി സ്വലാമ പുറപ്പെടുന്നത്. സഹോദരങ്ങളെ, ഒരു സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വേദഗ്രന്ഥം ലഭിക്കുക എന്ന് പറയുന്നത് അത് ആ സമുദായത്തിന് മൊത്തത്തിൽ ലഭിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. പരിശുദ്ധ ഖുർആനിന് മുമ്പ് പൂർവ്വ വേദഗ്രന്ഥങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വേദഗ്രന്ഥമാണ് തൗറാത്ത്. ചെങ്കടൽ കടന്ന് രക്ഷപ്പെട്ടതിന് ശേഷം ആ വേദഗ്രന്ഥം അള്ളാഹുവിൽ നിന്ന് സ്വീകരിക്കുന്നതിന് മുമ്പാണ് മൂസാ നബി അലൈഹി സ്വലാം 40 ദിവസം ഭജനമിരിക്കണമെന്ന കരാറ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്നത്. ഈ സമയം ഇസ്രായേൽ സന്തതികൾ തൂർ പർവ്വതത്തിന്റെ അടുത്ത്, അതായത് ജൂത ക്രൈസ്തവ ഇസ്ലാമിക ചരിത്രവുമായി ഏറെ ബന്ധമുള്ള വളരെയേറെ പ്രശസ്തമായ മൂസാ നബി അലൈഹി സ്വലാമിയോട് അള്ളാഹു സംസാരിച്ച ആ പ്രദേശം, ആ തൂർ പർവ്വതത്തിന്റെ അടുത്താണ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇസ്രായേലിയർ അന്ന് താമസിച്ചത്. അതിനെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ത്വാഹയിലെ 80-ാമത്തെ ആയത്തിൽ പറഞ്ഞത്, യാ ബനി ഇസ്രായേൽ, അല്ലയോ ഇസ്രായേൽ സന്തതികളെ, ഖദ് അൻജൈനാകും മിൻ അദുബ്ബിക്കും, നിങ്ങളുടെ ശത്രുവിൽ നിന്ന് നിങ്ങളെ നാം രക്ഷപ്പെടുത്തുകയും വവഅദ്നാകും ജാനിബത് തൂരിൽ ഐമൻ, തൂർ പർവ്വതത്തിന്റെ വലതുഭാഗം നിങ്ങൾക്ക് നാം നിശ്ചയിച്ചു തരികയും ചെയ്തു എന്ന്. അതുപോലെ തൗറാത്ത് സ്വീകരിക്കുന്നതിന് മുമ്പ് മൂസാ നബി അലൈഹി സ്വലാം 40 ദിവസത്തോളം ഭജനമിരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കരാർ നിശ്ചയിച്ചു എന്ന് പറഞ്ഞില്ലേ? ആ ദിവസങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത്, വവഅദ്നാ മൂസാ 30 ലൈലതൻ വഅത്മംനാഹാ ബിഅശ്ർ, മൂസാക്ക് നാം 30 രാത്രി നിശ്ചയിച്ചു കൊടുക്കുകയും 10 കൂടി ചേർത്ത് അത് പൂർത്തിയാക്കുകയും ചെയ്തു എന്നാണ് സൂറത്ത് അറാഫിലെ 142-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ ഈ ആയത്തിൽ, ഈ സൂറത്ത് അറാഫിലെ 142-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മൂസാ നബി അലൈഹി സ്വലാമക്ക് അള്ളാഹു ഭജനമിരിക്കാൻ 40 ദിവസം നിശ്ചയിച്ചു കൊടുത്തു എന്ന് പറയാതെ 30 രാത്രിയും അതിൽ 10 കൂടി ചേർത്തു എന്നാണ് സഹോദരങ്ങളെ അള്ളാഹു ഇവിടെ പറയുന്നത്. ഇവിടെ 30ഉം പിന്നെ 10ഉം എന്ന് പറഞ്ഞതിനെ കുറിച്ച് തഫ്സീർ പണ്ഡിതന്മാർ ചർച്ച ചെയ്തത് വളരെ കൃത്യമായി കൊണ്ട് തഫ്സീർ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ ഇമാം മുജാഹിദ് റഹിമഹുല്ലാ, ഇമാം മസ്റൂഖ് റഹിമഹുല്ലാ, ഇബ്നു ജുറൈജ് റഹിമഹുല്ല, അങ്ങനെ പൂർവികരിൽപ്പെട്ട പല പണ്ഡിതന്മാരും ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആദ്യത്തെ 30 ദിവസം അത് ദുൽഖഅദ് മാസവും പിന്നത്തെ 10 ദിവസം അത് തുടർന്നു വരുന്ന ദുൽഹിജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസവുമാണ് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് സഹോദരങ്ങളെ ഈ ആയത്തിന്റെ ആദ്യ ഭാഗത്തിന് തഫ്സീർ പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള വ്യാഖ്യാനം. ഇനി തുടർന്ന് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.